ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കബ്സയാണ്. ഇത്ര എളുപ്പത്തിൽ കബ്സ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ചിക്കൻ കബ്സയാണ് ഉണ്ടാക്കുന്നത്. വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ആവശ്യമുള്ളത് 1 കിലോ ചിക്കൻ നല്ല ക്ലീനായി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഇവിടെ ഫ്രഷ് ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പം തന്നെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ഇത് ഞാൻ ഒരു ജാറിലിട്ട് വെക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കണ്ടു നോക്ക്. അറിയാത്തവർക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, എപ്പോഴും ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്, ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബിൻ്റെ ഒപ്പം ഉപ്പ് 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് പരട്ടി വെക്കണം. അപ്പോൾ ഒരു ഐറ്റം മറന്നിട്ടുണ്ടല്ലോ, കുറച്ച് മല്ലിയിലയും കൂടി വേണം. ഫ്രഷ് മല്ലിയില 3 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞത്, ഇതും കൂടി ചേർത്തിട്ട് ഇത് പരട്ടി വെക്കാം. കുറച്ച് നേരം, ഒരു അരമണിക്കൂറൊക്കെ മതിയാകും. പിന്നെ നമുക്ക് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് 4 കപ്പ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയുടെ മെഷറാണ് കേട്ടോ. അത് 4 കപ്പ് നന്നായി കഴുകി 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 സവാള, 4 വലിയ ടൊമാറ്റോസ്, പിന്നെ 8 വലിയ അല്ലി വെളുത്തുള്ളി എല്ലാം കൊത്തിയരിഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കബ്സ സ്പൈസ് മിക്സ് വേണമല്ലോ കബ്സ ഉണ്ടാക്കാൻ. അപ്പം ഞാൻ കബ്സ സ്പൈസ് മിക്സിൻ്റെ നല്ലൊരു റെസിപ്പി ഷെയർ ചെയ്തിരുന്നു, അത് കാണാത്തൊരു കണ്ടു നോക്കാം. കുറേ പേര് ചോദിച്ചു ഇതിൽ എന്തോരം ഇൻഗ്രീഡിയൻസ് ആണ്, ഇതാണോ അറബിക് മസാല? അപ്പോൾ ഞാൻ ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു റെസിപ്പി തന്നെയാണ് അത്. വളരെ നല്ലൊരു സ്പൈസ് മിക്സ് ആണ്, ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. കബ്സ റൈസ് അല്ലാണ്ടും ഒരുപാട് റെസിപ്പീസ് അത് വെച്ച് ഉണ്ടാക്കാനും പറ്റും, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കാം. അതുപോലെ തന്നെ കയ്യിൽ വേറെ കടയിൽ നിന്ന് മേടിച്ച സ്പൈസ് മിക്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ചോട് കട്ടിയുള്ളൊരു നല്ല പാൻ എടുത്തിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചെറുതായി ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഒരു ലെയറിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒറ്റ ലെയറിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയ അത്രയും വട്ടമുള്ള ഒരു പാത്രമായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അത് 2 ബാച്ചിലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ചിക്കൻ ഇട്ടതിന് ശേഷം എണ്ണ ഒരുപാട് കൂടുതൽ ചൂടായിട്ടില്ല, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് എന്നിട്ട് മൂടി വെക്കണം. മൂടി വെച്ച് കുറച്ച് ആവിയും കുറച്ച് ഫ്രൈ ചെയ്യണ രീതിയിൽ പതുക്കെ കളർ മാറി മാറി വരണം. അപ്പോൾ ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇടണം. അപ്പോൾ ഒരു ഫ്രൈ ചെയ്ത ഒരു കളർ വരും. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് സ്പീഡിൽ കുക്ക് ചെയ്യാൻ വേണ്ടി തീ കൂട്ടി കൊടുക്കരുത്, അപ്പോൾ ചിക്കൻ ബലം പിടിക്കും. വളരെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കളറ് നമുക്ക് പതുക്കനെ വരണം. അപ്പോഴാണ് ഈ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കളറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം എണ്ണയിൽ നിന്ന് മാറ്റാം. ചിക്കൻ ഓവർ കുക്ക് ചെയ്യല്ലേ, അത് ബലം പിടിച്ച് ഭയങ്കര ഹാർഡായി പോകും. ഇപ്പോൾ നമുക്ക് നല്ല ജ്യൂസി മോയിസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ വേണം ഈ കബ്സയ്ക്ക്. അപ്പോൾ ഈ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഈ ഓയിൽ എടുത്തിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. കബ്സ റൈസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചൂടുകട്ടിയുള്ള ഒരു വലിയ പാത്രത്തിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കൊത്തിയരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ചമണമൊക്കെ നന്നായി മാറി കിട്ടുന്ന വരെ. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 വലിയ ടൊമാറ്റോസ്, അപ്പോൾ ഇടത്തരം മീഡിയം സൈസ് ടൊമാറ്റോസ് ആണെങ്കിൽ ഒരു 5 എണ്ണം ആവാട്ടോ. നല്ല പഴുത്ത നല്ല ചുവന്ന തക്കാളി ആയിരിക്കണം. ഇതിട്ടിട്ട് നമുക്കൊരു 3 മിനിറ്റ് വരെയും വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലതായി ഉടഞ്ഞ് കളറൊക്കെ ഡീപ്പ് ആയിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം.
അപ്പോൾ നമുക്ക് കബ്സ സ്പൈസ് മിക്സ് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കബ്സ സ്പൈസ് മിക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ. ഞാൻ ആദ്യം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്, പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കും കളർ നോക്കിയിട്ട്. ഇവിടെ കൂടുതൽ കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂറേ. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ മതി, ടൊമാറ്റോ പ്യൂറേ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ. ഇത് ടൊമാറ്റോ സോസ് അല്ല, മധുരമൊന്നുമില്ല. ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ പ്യൂറേ. കബ്സയ്ക്ക് സാധാരണ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമില്ല. പക്ഷേ ടൊമാറ്റോ കെച്ചപ്പ് ഒന്നും ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്കൊരു ഡ്രൈഡ് ലൂമി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊരു കത്തി വെച്ചിട്ട് ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ. ഇത് വിട്ട് കൊടുക്കാം. 7.5 കപ്പ് വെള്ളം, ആ 4 കപ്പ് അരിക്ക് വേണ്ടിയിട്ട് 7.5 കപ്പ് വെള്ളം. പിന്നെ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ആ കളറൊന്ന് ശരിയാവാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് പാകത്തിന് 3.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേഗം തന്നെ ആ അരി ഇട്ട് കൊടുക്കണം, ഡ്രെയിൻ ചെയ്ത അരി. ഒരുപാട് നേരം തിളയ്ക്കാൻ ഇടരുത്, വേഗം തന്നെ അരി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി തിളച്ചതിന് ശേഷം വേഗം മൂടി വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം, ആ വെള്ളമൊക്കെ വറ്റി തീരുന്ന വരെ. അപ്പം അത് എടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴെപ്പോഴൊന്നും തുറന്നു നോക്കേണ്ട, ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അടിയിൽ നിന്ന് വെള്ളം പോയിട്ടില്ലേന്ന്. ചോറിന് ഇത്തിരി കൂടി വേവ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വെള്ളം തെളിച്ചിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ. അപ്പോൾ അത് റെഡിയാവും. നല്ല മണമുള്ള നല്ല കബ്സ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. നടുക്കൊരു പാത്രത്തിൽ നല്ല ചുട്ട ചാർക്കോളിൻ്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ ഈ ചെറിയൊരു ടംബ്ലറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, സ്റ്റീലിൻ്റെ. അതിൻ്റെ മുകളിൽ നെയ്യ് അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് പുകഞ്ഞ് വരും. അപ്പോൾ ടൈറ്റായിട്ടുള്ളൊരു മൂടി വെച്ച് അടച്ച് അതിന് മുകളിലൊരു വെയിറ്റ് കൊടുക്കാം, സ്മോക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നല്ല ഒരു സ്മോക്ഡ് ചിക്കൻ കബ്സ കിട്ടും. വളരെ ടേസ്റ്റിയാണ്. അതിൻ്റെ മണം കിട്ടുമ്പോൾ ഒന്നും കൂടി നമുക്കത് കൊതി തോന്നും കഴിക്കാൻ. സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഇത് നമുക്ക് സലാത്ത ഹറ അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡിൻ്റെ കൂടെ കഴിക്കാം. വളരെ സിമ്പിൾ, നല്ലൊരു ഈസി ടേസ്റ്റി ചിക്കൻ കബ്സ. നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഉറപ്പായിട്ട് വിവരം അറിയിക്കണം. അടുത്ത പ്രാവശ്യം വേഗം വരാൻ നോക്കാം, നല്ലൊരു റെസിപ്പി ആയിട്ട്. പിന്നെ എന്നാ ഇതിൻ്റെ ഇടയിൽ അന്വേഷിച്ചിരുന്ന ആൾക്കാരോട് ഒരുപാട് നന്ദിയുണ്ട്, താങ്ക്സ് ഉണ്ട്, ഒരുപാട് സ്നേഹവും. ബൈ.